വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശങ്കരി ഭരണം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണേ. ഞങ്ങൾ CPC എക്സാം എഴുതാൻ പോയ കഥയാണെന്ന്. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ബസ് ഇറങ്ങി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നമ്മുടെ രമ്യക്കുട്ടി നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിശിരയും വന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തി. ഞങ്ങൾ മൂന്നാളും കൂടെ ട്രെയിനിൽ കയറിയിട്ട് നേരെ പോവുകയാണ് എറണാകുളം ജംഗ്ഷനിലോട്ട്. കാരണം നമുക്ക് അവിടെയാണ് എക്സാം നടക്കുന്നത്. എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എന്താ വെച്ചാൽ ഞങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഉള്ള കാഴ്ചകളും ഞങ്ങളവിടെ ചെയ്ത കാര്യങ്ങളും അതൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിലെത്തി. ഇവിടെയാണ് AAPCൻ്റെ സെൻറ്റർ വരുന്നത്. അവിടെയാണ് നമുക്ക് നാളെ എക്സാം വരുന്നത്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളെടുത്ത റൂം. ഹോട്ടൽ ഫെദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽ തന്നെയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി റൂമായിരുന്നു. പിന്നെ ശിശിര ഉച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല അടിപൊളി പൊതിച്ചോറൊക്കെ അവളുടെ അമ്മ ഉണ്ടാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. സോ ഉച്ചയ്ക്ക് ഞങ്ങൾ ആ പൊതിച്ചോറൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ച് അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇപ്പോൾ ഒന്ന് ലുലു മോൾ വരെ പോവാം. അപ്പോൾ എല്ലാവരും വിചാരിക്കുക എക്സാമിന് വന്നിട്ട് ലുലു മോളിൽ കറങ്ങാൻ പോകാമല്ലേന്ന്. എക്സാമിന് പഠിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് മൈൻഡ് ഒരു റിലാക്സേഷനും കൂടിയിട്ട് വേണ്ടേ. ആൻഡ് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എക്സാമിന് വന്നതാണെന്നുള്ളൊരു മൂഡേ ഉണ്ടായിരുന്നില്ല. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇടയിൽ ഈ കറങ്ങാൻ പോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മൈൻഡ് നല്ല ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ലുലു മോളിലെത്തി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ വന്നതാണ്. പക്ഷേ ലുലുവിൽ വന്നിട്ട് എങ്ങനെ ചായ കുടിക്കുക. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ബർഗർ കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ട് നേരെ ബർഗർ കിങ്ങിൽ പോയിട്ട് ബർഗറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ കോൾഡ് കോഫിയും പെപ്സി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് താഴെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കാരണം ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ലുലുവിൽ എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും. എന്തൊരു ഭംഗിയാലേ അവിടെ ഈ ഡെക്കോറും കാര്യങ്ങളൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞ് കളിച്ച് ഒരു 2 മണിക്കൂർ മാത്രമേ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. മൈൻഡൊന്ന് റിലാക്സ് ആക്കാൻ ഇതേപോലെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ് അതൊരു സംഭവം തന്നെ കേട്ടോ. കാരണം എക്സാമിന് പോകുന്ന സമയത്ത് എല്ലാവർക്കും നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അത്യാവശ്യം ടഫായിട്ടുള്ള എക്സാമാണ്. സോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കുഞ്ഞു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു റിലാക്സേഷനാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ റൂമുള്ള എറണാകുളം ജംഗ്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി വരവ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അങ്ങനെ തിരിച്ച് ഹോട്ടലിലെത്തി. അവിടെ നിന്ന് കുറച്ച് നേരം കൂടെ ഞങ്ങളിരുന്ന് പഠിച്ച് രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. പഠിക്കേണ്ട വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയിട്ടോ. അതാണ് ഇതിൽ ആഡ് ചെയ്യാത്തത്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഫുഡ് കഴിക്കുന്നതും യാത്ര പോകുന്നതും മാത്രമായിരുന്നു ഇതിലുള്ളതെന്ന്. അല്ല, ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പഠിക്കാൻ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തിരക്കിൽ ഇത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അങ്ങനെ ഒന്ന് ഫ്രഷായി പിന്നെയും കുറച്ച് നേരം ഇരുന്ന് പഠിച്ച് ഉറങ്ങാൻ പോവാണ്. അപ്പം ഞാൻ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഉറങ്ങാൻ പോവാണേ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഞങ്ങളെല്ലാവരും ഫ്രഷപ്പായി. ഞങ്ങളിപ്പോൾ തന്നെ ഒരു 8 o'clock ആയിട്ടുണ്ടാവും റൂം വെക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു മിറർ സെൽഫി എല്ലാം എടുത്ത് ഞങ്ങൾക്ക് തന്നെ ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാം കേട്ടോ. ഒരു 9:30 ആകുമ്പോൾ ഞങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നേരെ ശരവണ ഭവന് പോയി നല്ല നെയ്റോസ്റ്റും മസാല ദോശയും എല്ലാം കഴിച്ച് എക്സാമിന് പോയി. അങ്ങനെ എക്സാം സെൻറ്ററിലോട്ട് പോവുകയാണ്. AAPCൻ്റെ സെൻറ്റർ 2nd ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം സെൻറ്റർ. നമ്മുടെ പേരും നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ലോക്കറിൻ്റെ കീയും കാര്യങ്ങളൊക്കെ കിട്ടി. 40 സീറ്റാണ് എക്സാം സെൻറ്ററിൽ. 40 സീറ്റും ഫുള്ളായിരുന്നു. എന്നാൽ ഞങ്ങൾ പോയിട്ട് എക്സാം എഴുതിയിട്ട് വരാം കേട്ടോ. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. എക്സാം എല്ലാം കഴിഞ്ഞ് ഒരു 3-3:30 ആയപ്പോൾ ഞങ്ങൾ നേരെ KSRTC കയറിയിട്ട് വീട്ടിലോട്ട് പോവുകയാണേ. എക്സാം കഴിഞ്ഞതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ മുഖത്ത്. കൂടാതെ റിസൾട്ട് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വേറെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് പോയി കാണണം. സോ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. സോ ടേക്ക് കെയർ. ബൈ.